സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ടെക്ലേ മൾട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാംസങ് ഗാലക്സി M56 കുറിച്ചാണ്. സോ ഇന്നാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ആയത്, ഏപ്രിൽ 23 നമുക്കിനി സ്പെക്കും കാര്യങ്ങളൊക്കെ നോക്കാം എങ്ങനെയുണ്ടെന്ന്. കാരണം ഈ സ്മാർട്ട് ഫോൺ ഇച്ചിരി പ്രൈസ് സൈഡിലാണ് വരുന്നത്. സോ ഫസ്റ്റ് ഓൾ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ മേളിൽ കാണുന്ന സ്മാർട്ട് ഫോൺ ആണത്. നേരത്തെ നേരത്തെ M55 ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഇത്തിരി ഡിഫറെൻറ്റ് ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ക്യാമറ ഡിസൈനൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. 7.2 ആണ് തിക്നെസ് വരുന്നത്, 180 ഗ്രാം വെയിറ്റും വരുന്നുണ്ട്. ഗ്ലാസ് ബാക്ക് ആണ്, ഇതിനും വിറ്റ്നസ് പ്ലസ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ബാക്കിലും വിറ്റ്നസ് പ്ലസ് ആണ് വരുന്നത് പ്രൊട്ടക്ഷൻ ആയിട്ട്. പ്ലാസ്റ്റിക് ഫ്രെയിം ആണ്, പിന്നെ ഫ്രണ്ടിലും വിറ്റ്നസ് പ്ലസ് ആണ് വരുന്നത്. പിന്നെ ഐപി റേറ്റിംഗിന്റെ ആയിരുന്നു പറഞ്ഞിട്ടില്ല. മിക്കവാറും ഐപി റേറ്റിംഗ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്, കാരണം കുറേ സൈഡിൽ നോക്കിയിട്ടൊന്നും ഐപി റേറ്റിംഗ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഐപി റേറ്റിംഗ് ഇല്ലെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് ഡ്രോബാക്ക് തന്നെ ആയിരിക്കും. സോ ഡിസൈൻ ബേസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. ഇപ്രാവശ്യം കുറേ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഡ്യൂറബിലിറ്റിയും അത്യാവശ്യം നല്ല തന്നെയാണ്. സോ നമ്മൾ ഡിസ്പ്ലേ നമ്മൾ നോക്കുകയാണെങ്കിൽ ലാർജ് ഡിസ്പ്ലേ വരുന്നത് 6.74 ഒരു ഫുൾ എച്ച് ഡി പ്ലസ് 120 Hz 8-bit സൂപ്പർ ആമോലെഡ് പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സ് നമുക്ക് സപ്പോർട്ട് വരുന്നുണ്ട്, യൂട്യൂബിന് സപ്പോർട്ട് വരുന്നുണ്ട്. 1200 നിറ്റ്സ് ആണ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നുണ്ട്. ഗോറില്ല ഗ്ലാസ് വിറ്റ്നസ് പ്ലസ് ആണ് വരുന്നത്. അടിപൊളി ഡിസ്പ്ലേ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ടിപ്പിക്കൽ സൂപ്പർ ആമോലെഡ് ആണ്, നല്ല പഞ്ചായിട്ടുള്ള കളേഴ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പക്ഷേ ഈ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് 10-bit 12-bit ഡിസ്പ്ലേ ഒക്കെയാണ് വരുന്നത്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഡ്രോബാക്ക് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ 8-bit ഡിസ്പ്ലേ. പക്ഷെ നെക്സ്റ്റ് നമ്മൾ ഓയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ വെറും സിംഗിൾ സ്പീക്കർ വന്നിട്ടുള്ളൂ. ഒരു 28,000-30,000 പ്രൈസ് സ്മാർട്ട് ഫോൺ നിങ്ങൾ ആലോചിക്കണം. വെറും സിംഗിൾ സ്പീക്കർ, ഹെഡ്ഫോൺ ജാക്ക് ഇല്ല, പിന്നെ ഡോൾബി അറ്റ്മോസ്. എന്തിനാണ് ഡോൾബി അറ്റ്മോസ് കൊടുത്തതെന്ന് എനിക്കറിയില്ല. സിംഗിൾ സ്പീക്കർ കൊണ്ടൊന്നും ഡോൾബി അറ്റ്മോസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊരു ഡ്രോബാക്ക് തന്നെയാണ് സിംഗിൾ സ്പീക്കർ. മൾട്ടിയുടെ എക്സ്പീരിയൻസ് ഡിസ്പ്ലേസ് അടിപൊളിയാണ്, ഓഡിയോ വൈസ് ഇത്രയും പോരാ. നെക്സ്റ്റ് നമ്മൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ സാംസങ്ങിന്റെ Exynos 1480 ചിപ്സെറ്റ് ആണ്. 4nm പ്രോസറാണ്. സ്പെക്കഡ് കൊടുത്തിട്ടുണ്ട്. GB നമ്മൾ നോക്കുകയാണെങ്കിൽ AMD RDNA3 ആർക്കിടെക്ചർ വരുന്ന Xclipse 530 ആണ്. ഇവിടെ നമുക്ക് LPDDR5X റാമും UFS 3.1 സ്റ്റോറേജും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല കോമ്പിനേഷൻ തന്നെയാണ് വരുന്നത്. ഇതിന്റെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ നമ്മളൊരു 7S Gen 3 ആ റേഞ്ച് ഒക്കെയാണ് വരുന്നത്. ആൻഡ്രോയിഡ് സ്കോർ നോക്കുകയാണെങ്കിൽ ടോട്ടൽ 7,24,965 CPU 2,23,033, GPU 1,75,612. BGMI നമുക്ക് സ്മൂത്ത് എക്സ്ട്രീം സെറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ സ്മൂത്ത് 60 FPS ഒക്കെ അവൈലബിൾ ആണ്. അധികം ത്രോട്ടിൽ ആവാത്തൊരു ചിപ്സെറ്റ് ആണ്. ഏതാണ്ട് 86% വരെ നമുക്ക് ത്രോട്ടിലിംഗ് വരുന്നുള്ളൂ. ഇപ്പോൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഔട്ട്ഡോർസിൽ വലിയ ഹീറ്റിംഗ് കാര്യങ്ങളൊന്നും വരുന്നില്ല. അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി ഉള്ള ഒരു ചിപ്സെറ്റ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ 1480. പിന്നെ പ്രൈസ് വെച്ച് നോക്കുവാണെങ്കിൽ ഇച്ചിരി പുറകോട്ട് പോകും. കാരണം എന്ന് പറഞ്ഞാൽ ഈ പ്രൈസ് റേഞ്ചിൽ അടിപൊളി സ്മാർട്ട് ഫോൺസ് ഉണ്ട്. കാരണം ഈ പ്രൈസ് റേഞ്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ പ്രൈസ് റേഞ്ച് നമുക്ക് 8S Gen 3 കിട്ടുന്നുണ്ട്. ചിലതിൽ 7+ Gen 3 വരുന്നുണ്ട്. പിന്നെ Dimensity 9200+ ഒക്കെ വരുന്നുണ്ട് ഈ പ്രൈസ് റേഞ്ചിൽ. ഇതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഡ്രോബാക്ക് തന്നെയാണ്. അല്ലെങ്കിൽ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കുറഞ്ഞ ചിപ്സെറ്റ് തന്നെയാണ് ഇത്. OS നമ്മൾ നോക്കുകയാണെങ്കിൽ 1UI 7.0 ആണ്. ആൻഡ്രോയിഡ് 15 ഔട്ട് ഓഫ് ദ ബോക്സ് 6 വർഷം അപ്ഡേറ്റ് കിട്ടും. സാംസങ്ങിന് മെയിൻ ഒരു അഡ്വാൻറ്റേജ് ആണ് ശരിക്കും പറഞ്ഞത് അവരുടെ UI അല്ലെങ്കിൽ അവരുടെ സോഫ്റ്റ്വെയർ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ. ഇവിടെ അങ്ങനെ തന്നെയാണ് വന്നേക്കുന്നത്. നമുക്ക് 6 വർഷം അപ്ഡേറ്റ് വരുന്നുണ്ട്. ക്യാമറ നമ്മൾ നോക്കുവാണെങ്കിൽ വലിയൊന്നും പറയാനില്ല. നമുക്കൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്. പുറകിൽ പ്രൈമറി നമുക്ക് 50 MP f1.5 വരുന്ന പ്രൈമറി സെൻസറാണ്. OI സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4K 30 FPS ആണ് വരുന്നത്. 8 MP f2.2 അൾട്രാ വൈഡ് 1080p 30 FPS. പിന്നെ ആർക്കും വേണ്ടാത്ത അല്ലെങ്കിൽ ഒരു ഉപയോഗമൊന്നും ഇല്ലാത്ത 2 MP മാക്രോ. ഫ്രണ്ടിൽ നമുക്ക് 12 MP f2.2 സെൽഫി 4K 30 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റും. ക്യാമറ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ടിപ്പിക്കൽ സാംസങ് കളേഴ്സ് ആണ്. സൈഡ്ലി പഞ്ചിയൽ കളേഴ്സ് ആണ് വരുന്നത്. ലോ ലൈറ്റിൽ സോഫ്റ്റ് പിക്ചേഴ്സ് ആണ് ക്ലിക്ക് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു കുറവുണ്ട്. അത്യാവശ്യം നല്ല വീഡിയോ കേപ്പബിലിറ്റീസ് ഒക്കെ ഉണ്ട്. 4K 30 FPS സ്റ്റേബിൾ ആണ്. ഇതാണ് ക്യാമറ കാര്യങ്ങൾ വരുന്നത്. ബാറ്ററി നമ്മൾ നോക്കുവാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ്. 45 വാട്ട് ചാർജർ. ബോക്സിൽ കിട്ടില്ല, പുറത്ത് വാങ്ങിക്കണം. സോ അതുകൊണ്ട് തന്നെ എക്സ്ട്രാ പൈസ പിന്നെയും പോകും. പിന്നെ ബാറ്ററി നമ്മൾ നോക്കുവാണെങ്കിൽ ഈ പ്രൈസിൽ നമുക്ക് അറിയാം സിലിക്കൺ കാർബൺ ബാറ്ററി ഒക്കെ വന്നു തുടങ്ങി. സോ അതുകൊണ്ട് തന്നെ 6000, 6500, 7000 mAh ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുവാണെങ്കിൽ കുറവാണ്. നെക്സ്റ്റ് നമ്മൾ കണക്ടിവിറ്റി നോക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട്. 5G ബാൻഡ്, Wi-Fi 6, Bluetooth 5.3 വരുന്നുണ്ട്, NFC വരുന്നുണ്ട്, USB Type-C 2.0. സോ അത്യാവശ്യം നല്ല കണക്ടിവിറ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. പിന്നെ പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ അതാണ് ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ 2 വേരിയന്റ് ആണ്. 8GB 128, 8GB 256. 8GB 128 28,000 രൂപയും 8GB 256 31,000 രൂപയാണ്. വളരെ മോശപ്പെട്ടൊരു പ്രൈസിങ് ആയിപ്പോയി ശരിക്കും സാംസങ്. എന്താണ് സാംസങ് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അവർ മാർക്കറ്റ് റിസർച്ചും ചെയ്യാറില്ലെന്ന് എനിക്ക് തോന്നുന്നത്. വെറുതെ ഫോൺ ഇറക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. ആ സാംസങ്ങിന്റെ പേര് വെച്ചിട്ടല്ല, ഈ സാംസങ് ബ്രാൻഡിന്റെ വാല്യൂ വെച്ചിട്ടാണ് എനിക്ക് ഫോൺ ഇറക്കണം. കാരണം ആ പ്രൈസിന് നമുക്ക് iQOO Neo 10R ഉണ്ട്, Vivo T3 Ultra ഉണ്ട്, Realme GT 60 ഉണ്ട്. ഈ 3 സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്യാമറയും
നല്ല പെർഫോമൻസും നല്ല ഡിസ്പ്ലേ സ്പെക്കും കാര്യങ്ങളൊക്കെ വരുന്ന സ്മാർട്ട് ഫോൺസ് ആണ് ഈ മൂന്നും. അത് വെച്ച് നോക്കുവാണെങ്കിൽ 7,000 സാധനം വരത്തില്ല. ഞാൻ പറഞ്ഞ പോലെ സാംസങ്ങിന്റെ ഗുണമെന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ വെച്ച് നോക്കുവാണെങ്കിൽ സാംസങ് ബെറ്റർ ആണ്. അല്ലാണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൈസിന്റെ മിക്കവരും സ്മാർട്ട് ഫോൺ എടുക്കണമെന്ന് പറഞ്ഞാൽ ഗെയിമിങ്ങിനും കാര്യങ്ങളൊക്കെയാണ്. ഒരു പ്രൈസ് ടു പെർഫോമൻസ് ഉള്ള സ്മാർട്ട് ഫോൺസ് ആണ് എല്ലാവരും എടുക്കുന്നത്. ആ പ്രൈസ് വെച്ച് നോക്കുവാണെങ്കിൽ സാംസങ് നോക്കണ്ട. അപ്പോൾ ഈ സ്മാർട്ട് ഫോൺ ആരൊക്കെ എടുക്കാന്ന് വെച്ചാൽ നേരത്തെ നിങ്ങൾ സാംസങ് സ്മാർട്ട് ഫോൺസ് ഉപയോഗിച്ച് വരും. എല്ലാവർക്ക് പിന്നെ സാംസങ് എടുക്കണമെന്നുള്ളവർ മാത്രം എടുത്താൽ മതി. അല്ലാണ്ട് നിങ്ങളൊരു പെർഫോമൻസ് ഒരാളാണെങ്കിൽ എടുക്കണ്ട. ക്യാമറയും വലിയ ഗുണമൊന്നുമില്ല. ഡിസ്പ്ലേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് പ്രൈസ് ഇതിൽ ബെറ്റർ ഡിസ്പ്ലേസ് കിട്ടും. 10 ബിറ്റ് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരുന്ന സ്മാർട്ട് ഫോൺസ് ഉണ്ട്. 31,000 ഈ സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞാലും നടക്കണ കാര്യമല്ല. ആരും മേടിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഈ സ്മാർട്ട് ഫോണൊക്കെ വലിയ 25,000 താഴെയാണെങ്കിൽ 22,000 23,000 ഒക്കെ റേഞ്ച് ആണെങ്കിൽ പിന്നെയും പോയത്. കാരണം സാംസങ്ങിന്റെ സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ 30,000 താഴെ ഈ ഫോൺ പോകില്ല. കാരണം ഞാൻ പറഞ്ഞ പോലെ ഈ 3 സ്മാർട്ട് ഫോൺ iQOO Neo 10R T3 Ultra വിവോയുടെ റിയൽമി GT60 ഈ 3 സ്മാർട്ട് ഫോണിനേക്കാളും വളരെ വളരെ ബെറ്റർ ആയിട്ടുള്ള സ്മാർട്ട് ഫോൺസ് ആണ്. സോ അതെടുക്കാൻ നോക്കുക. നിങ്ങൾ ഈ സ്മാർട്ട് ഫോൺ സ്കിപ്പ് ചെയ്യുക. ഈ സോഫ്റ്റ്വെയർ മാത്രം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫോൺ ഉപയോഗിച്ചുണ്ടാക്കാൻ പറ്റില്ല. കാരണം 6 വർഷം ആണ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. അത്ര ആൾ ഈ സ്മാർട്ട് ഫോൺ നിന്നില്ലെങ്കിൽ പെർഫോമൻസ് വേണ്ട. അതാണ് ഞാൻ പറഞ്ഞത്. സോ ഈ സ്മാർട്ട് ഫോൺ സ്കിപ്പ് ചെയ്യുക. ഇങ്ങനത്തെ സ്മാർട്ട് ഫോൺ iQOO Neo 10R എടുക്കുക, അല്ലെങ്കിൽ വിവോ T3 Ultra അല്ല റിയൽമി GT60 എടുക്കുക. 3 സ്മാർട്ട് ഫോൺസ് അടിപൊളിയാണ്. സോ ഗൈസ്, ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫീച്ചർ നോക്കി നെക്സ്റ്റ് വീഡിയോ കാണാം.